ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരളത്തിലെ ജയിലുകൾ തടവുകാരുടെ ചിന്തകളിലും ജീവിത രീതികളിലും മാറ്റങ്ങൾ കൊണ്ടുവന്ന കേന്ദ്രങ്ങളെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് SSLC +1 പരീക്ഷകൾ ആരംഭിച്ചു. REC സ്കൂളിന് സമീപം സ്റ്റുഡിയോ എറിഞ്ഞു തകർത്ത സംഭവത്തിൽ ഒരാൾ പോലീസ് പിടിയിൽ. ഓർച്ചാഡ് ഇന്ത്യ ചിൽഡ്രൻസ് തിയേറ്റർ ഏർപ്പെടുത്തിയ 22ാമത് അവാർഡുകൾ പ്രഖ്യാപിച്ചു. സുരേഷ് വിശദമായ വാർത്തകളിലേക്ക്. കേരളത്തിലെ ജയിലുകൾ തടവുകാരുടെ ചിന്തകളിലും ജീവിത രീതികളിലും മാറ്റങ്ങൾ കൊണ്ടുവന്ന കേന്ദ്രങ്ങളാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ബേപ്പൂർ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനുകളുടെ പുതിയ കെട്ടിടങ്ങളും വടകര റൂറൽ ജില്ലാ ജയിലിന്റെ പ്രവൃത്തിയും ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ബേപ്പൂർ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. തുറമുഖ വകുപ്പ് അനുവദിച്ച 22 സെന്റ് ഭൂമിയിൽ 2.54 കോടി രൂപ ചെലവിട്ടാണ് 2 നിലകളിലായി അത്യാധുനിക സൗകര്യങ്ങളോടെ പുതിയ കെട്ടിടം നിർമ്മിച്ചത്. താഴെ നിലയിൽ 3 ലോക്കപ്പുകൾ, റിസപ്ഷൻ, IP ഓഫീസ്, ഫസ്റ്റ് എയ്ഡ്, ജനമൈത്രി പോലീസ് ഓഫീസ്, ലൈബ്രറി, ആയുധം സൂക്ഷിക്കുന്ന റൂം, കമ്പ്യൂട്ടർ റൂം തുടങ്ങിയവയും 1ാം നിലയിൽ ക്ലറിക്കൽ റൂം, റെക്കോർഡ് റൂം, ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്, സാക്ഷി വിസ്താരമുറി, വിശ്രമമുറികൾ, അടുക്കള, വ്യായാമ കേന്ദ്രം, റിക്രിയേഷൻ സൗകര്യം എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. ആധുനിക സുരക്ഷാ മാർഗങ്ങളിലൂടെ ജനജീവിതം മെച്ചപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് സർക്കാർ എന്നും അഴിമതി രഹിത കേരളം എന്നതാണ് സർക്കാർ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലക്ഷ്യത്തിലേക്ക് മുന്നേറാൻ കരുത്തുറ്റ ഭരണ സംവിധാനങ്ങൾ ആവശ്യമാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മേയർ O സദാശിവൻ, മുൻ MLA VKC മുഹമ്മദ് കോയ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ക്രമസമാധാന രംഗത്ത്, കുറ്റാന്വേഷണ രംഗത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതിന് പകരം സാധാരണ മനുഷ്യന്റെ ജീവിതത്തിന്റെ അകത്ത് വിവിധങ്ങളായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ പോലീസ് സേനാ വിഭാഗം വളരെ വ്യാപൃതരായി. അതുകൊണ്ട് തന്നെ മുമ്പ് കാലത്ത് പോലീസും ജനങ്ങളും തമ്മിലുണ്ടാവുന്ന ബന്ധത്തിലെ അകൽച്ച വലിയ തോതിൽ കുറഞ്ഞു വന്നിരുന്നൊരു കാലമായിരുന്നു ഇത്. നിരവധിയായ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അവിടെ ജനങ്ങളോടൊപ്പം നിന്ന് ഈ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ പോലീസ് കാണിച്ചിട്ടുള്ള മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് ഇന്ന് കേരള പോലീസിനെ ഏറ്റവും നല്ല നിലയിൽ മുമ്പൊരു കാലത്തും ഇല്ലാത്ത വിധത്തിൽ പോലീസ് സേന നവീകരണത്തിന്റെ ഭാഗമായി ജനപക്ഷമായ ഒരു നിലപാട് സ്വീകരിച്ചു പോരുന്നത്. കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷൻ K രാജീവ്, കടലുണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് O ഭക്തവത്സലൻ, ജില്ലാ പോലീസ് മേധാവി G ജയദേവ്, നോർത്ത് സോൺ IG രാജ്പാൽ മീണ, ഫറൂഖ് അസിസ്റ്റന്റ് കമ്മീഷണർ A പ്രേംജിത്ത്, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. സംസ്ഥാനത്ത് SSLC +1 പരീക്ഷകൾ ആരംഭിച്ചു. ജില്ലയിലെ 3 വിദ്യാഭ്യാസ ജില്ലകളിലുമായി ഇത്തവണ ആകെ 43,131 കുട്ടികൾ 10ാം ക്ലാസ് പരീക്ഷയും 43,652 കുട്ടികൾ +1 പരീക്ഷയും എഴുതും. കോഴിക്കോട് ജില്ലയിൽ SSLC പരീക്ഷയ്ക്കായി ആകെ 183 പരീക്ഷാ കേന്ദ്രങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. +1 പരീക്ഷയ്ക്ക് 174 സെന്ററുകളുമുണ്ട്. ജില്ലയിൽ ഈ വർഷവും ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതുന്നത് മടവൂർ ചക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. 1168 പേരാണ് ഇവിടെ പരീക്ഷ എഴുതുന്നത്. കഴിഞ്ഞ വർഷവും ചക്കാലക്കൽ സ്കൂളിലാണ് ഏറ്റവും അധികം കുട്ടികൾ പരീക്ഷ എഴുതിയത്.
സ്കൂളുകളിൽ നിന്നും അധ്യാപകർ മുൻകൂട്ടി നൽകുന്ന തുടർ മൂല്യനിർണയ മാർക്കിന്റെ ബലത്തിൽ ജയിക്കാനാകുന്ന അവസാനത്തെ SSLC പരീക്ഷയാണ് ഇത്തവണത്തേത്. അടുത്ത അധ്യയന വർഷം മുതൽ ഓരോ വിഷയത്തിനും എഴുത്തു പരീക്ഷയ്ക്ക് 30% മാർക്ക് നേടുന്നവർക്ക് മാത്രമാണ് ഉപരിപഠന യോഗ്യത നേടാനാകുക. അടുത്ത അധ്യയന വർഷം മുതൽ പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള പുസ്തക വായനയിലെ മികവും തുടർ മൂല്യനിർണയത്തിന് പരിഗണിക്കും. ഈ വർഷം മുതൽ തന്നെ SSLC പരീക്ഷയുടെ ചോദ്യനിലവാരം ഉയർത്തിയിട്ടുണ്ട്. അനായാസം എഴുതാൻ കഴിയുന്ന വിധത്തിലുള്ള 30% ചോദ്യങ്ങളാണ് ഉണ്ടാകുക. 50% ചോദ്യങ്ങൾ ശരാശരി നിലവാരത്തിലുള്ളവയാണ്. 20% ചോദ്യങ്ങൾ മനസ്സിരുത്തി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് യുക്തിസഹമായി ഉത്തരമെഴുതാൻ കഴിയുന്ന വിധം ഉയർന്ന നിലവാരത്തിൽ ഉള്ളവയാണ്. അക്കാഡമിക് ഗുണമേന്മ ലക്ഷ്യമിട്ടുള്ള ഈ പരിഷ്കാരം പാദവാർഷിക പരീക്ഷകൾ മുതൽ തന്നെ നടപ്പിലാക്കിയിരുന്നു. ഇതോടെ മികച്ച പഠന നിലവാരമുള്ളവർക്ക് മാത്രമാകും എല്ലാ വിഷയങ്ങൾക്കും A+ നേടാനാകുക. ഇതിനാൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ A+ വിജയികളുടെ എണ്ണം ഗണ്യമായി കുറയുമെന്നാണ് കണക്കുകൂട്ടൽ. അടുത്ത വർഷം മിനിമം മാർക്ക് സമ്പ്രദായം ഏർപ്പെടുത്തുന്നതോടെ വർഷങ്ങളായി സമ്പൂർണ്ണ വിജയത്തോട് അടുത്തു നിൽക്കുന്ന വിജയശതമാനം കുത്തനെ കുറയാനും സാധ്യതയുണ്ട്. 10ാം ക്ലാസ്സിൽ പരിഷ്കരിച്ച പാഠപുസ്തകങ്ങൾ വന്ന ശേഷമുള്ള ആദ്യ പരീക്ഷയാണിത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. REC സ്കൂളിന് സമീപം വലിയ പൊയിലിൽ സ്റ്റുഡിയോ എറിഞ്ഞു തകർത്ത സംഭവവുമായി ബന്ധപ്പെട്ട ഒരാളെ കുന്നമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. NIT കുന്നുമ്മൽ ബിജുവിനെയാണ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പ്രതിഷേധിച്ചു. കട്ടാങ്ങൽ നായർകുഴി സ്വദേശി വിഷോബിന്റെ സ്പാരോ ഡിജിറ്റൽ സ്റ്റുഡിയോയിലേക്കാണ് പ്രകോപനമില്ലാതെ തുടർച്ചയായി കല്ലെറിഞ്ഞത്. ആക്രമണത്തിൽ ലക്ഷങ്ങളുടെ നഷ്ടം സംഭവിക്കുകയും കൈക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിന് ശേഷം ബിജുവിനെ NIT പരിസരത്ത് വെച്ചാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സംഭവത്തിൽ പ്രതിഷേധിച്ച കട്ടാങ്ങലിൽ AKPA പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. പ്രതിഷേധ പരിപാടിക്ക് AKPA ജില്ലാ സെക്രട്ടറി ജിതിൻ വളയനാട്, ട്രഷറർ വത്സൻ മേലേപ്പാട്ട്, സ്റ്റേറ്റ് കമ്മിറ്റി അംഗം അനൂപ് മണാശ്ശേരി, റൂറൽ മേഖലാ പ്രസിഡന്റ് ജെയിംസ് ജോൺ, സെക്രട്ടറി ജെയിംസ് ജോസഫ് എന്നിവർ നേതൃത്വം നൽകി. യൂണിറ്റിലെ മറ്റ് അംഗങ്ങളും പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. വിഷോബിന് ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായതായി സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കുന്നമംഗലം. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. We will treat you well. Astor Men's Hospital, Calicut. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. We will treat you well. Astor Men's Hospital, Calicut. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. അത്തിക്കൽ സുന്ദരൻ രചിച്ച തലക്കനം തീർത്ത കരുത്ത് എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. മുൻ ഗോവ ഗവർണർ PS ശ്രീധരൻ പിള്ളയിൽ നിന്നും സാഹിത്യകാരൻ UK കുമാരൻ പുസ്തകം ഏറ്റുവാങ്ങി. അത്തിക്കൽ സുന്ദരന്റെ തലക്കനം തീർത്ത കരുത്ത് ജീവിതത്തിൽ തളർന്നു പോകുന്നവർക്ക് ഉയർത്തെഴുന്നേൽക്കാനുള്ള പ്രചോദനമാണെന്ന് മുൻ ഗോവ ഗവർണർ ശ്രീധരൻ പിള്ള. തനിക്ക് മാത്രം കിട്ടണമെന്ന് കരുതുന്ന ലോകത്ത് കുടുംബത്തിനും നാടിനും വേണ്ടി ജീവിച്ച സുന്ദരന്റെ പുസ്തകം പുതിയ തലമുറയ്ക്ക് പാഠമാണെന്ന് അദ്ദേഹം പറഞ്ഞു. സഹോദരങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ വയറ്റത്തടിച്ച് പാട്ടുപാടി നാണയത്തുട്ടുകളോ അല്ലെങ്കിൽ ആളുകൾ കൊടുക്കുന്നതോ സമാഹരിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് സ്കൂളിൽ പോയി സ്കൂളിൽ ആ ഇന്റർവെൽ സമയത്ത് സഹോദരങ്ങൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്ത സംഭവങ്ങളല്ല. ഇന്നെല്ലാം പുഴമറിയുന്ന ഒരു സമൂഹത്തിൽ ഞാനത് വളരെ ബോധപൂർവ്വമാണ് ആ പദം ഉപയോഗിക്കുന്നത്.
വിടമറിയുകയാണ്. ആൾക്കാരോടാണ് ബന്ധം. എല്ലാവർക്കും ഇങ്ങോട്ട് കിട്ടണം, അങ്ങോട്ട് കൊടുക്കുന്നവരുടെ എണ്ണം കുറയുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മതത്തിൽ സമ്പന്നരായ ആളുകൾ ധാരാളം പണം ചെലവഴിച്ച് പാവപ്പെട്ടവരെയും ചാരിറ്റിയൊക്കെ ചെയ്യാറുണ്ട്. ഇതെല്ലാം ചെയ്യാറുണ്ടെങ്കിലും ഇതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ വളരെ ഇന്നത്തെ പോലെ നമ്മൾ ഉപഭോക്തൃ സംസ്ഥാനമായ നമ്മൾ കുറേയൊക്കെ സമ്പന്നരാണ്. അങ്ങനെ പട്ടിണിയൊക്കെ വേണ്ടി വന്നാൽ ആരോഗ്യമുണ്ടെങ്കിൽ പട്ടിണിയെ മാറ്റാൻ ആർക്കും സാധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. നല്ല കാര്യമാണ്. പക്ഷെ ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മുന്നോട്ട് പോകും. കേരള കൗമുദി മുൻ ജീവനക്കാരൻ അത്തിക്കൽ സുന്ദരന്റെ ആത്മകഥാംശമുള്ള പുസ്തകം UK കുമാരന് നൽകി ശ്രീധരൻ പിള്ള പ്രകാശനം ചെയ്തു. A സജീവൻ അധ്യക്ഷനായി. മാധ്യമപ്രവർത്തകൻ PC ഹരീഷ് പുസ്തകം പരിചയപ്പെടുത്തി. ആചാര്യശ്രീ AKB നായർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. KP സജീവൻ സ്വാഗതവും അത്തിക്കൽ സുന്ദരൻ മറുമൊഴിയും നടത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നിരവധി വൃക്കരോഗികൾക്ക് തണലായ കുറ്റ്യാടി ഡയാലിസിസ് സെന്റർ ഇപ്പോഴും പഴയ കെട്ടിടത്തിൽ തന്നെ. ഉദ്ഘാടനം കഴിഞ്ഞിട്ടും പുതിയ ഡയാലിസിസ് സെന്റർ ഇതുവരെ തുറന്നു പ്രവർത്തിച്ചിട്ടില്ല. കുറ്റ്യാടിയിലെയും പരിസര പ്രദേശങ്ങളിലെയും നിരവധി വൃക്കരോഗികൾക്ക് തണലായ സ്നേഹസ്പർശം ഡയാലിസിസ് സെന്റർ ഇപ്പോഴും പഴയ കെട്ടിടത്തിൽ തുടരുകയാണ്. മാസങ്ങൾക്ക് മുമ്പ് KP കുഞ്ഞമ്മദ് കുട്ടി MLA പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തിയെങ്കിലും ഇതുവരെ രോഗികളെ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയിട്ടില്ല. പഴയ കെട്ടിടം സുരക്ഷിതമല്ലെന്നും കൂടുതൽ രോഗികളെ കൈകാര്യം ചെയ്യാൻ ആവശ്യമായ സൗകര്യങ്ങൾ അവിടെയില്ലെന്നും രോഗികളും നാട്ടുകാരും നിരന്തരം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. രോഗികൾ ഉള്ളപ്പോൾ തന്നെ പഴയ കെട്ടിടത്തിൽ ഓടുവീണ് ബുദ്ധിമുട്ടുണ്ടാക്കിയ അപകട സാഹചര്യം വരെ ഇവിടെയുണ്ടായിട്ടുണ്ട്. പാറക്കൽ അബ്ദുള്ള MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 99 ലക്ഷം രൂപ പാസാക്കിയാണ് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. എന്നാൽ 6 മാസം കൊണ്ട് തീർക്കാവുന്ന പണി 5 വർഷമായിട്ടും ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ തൊട്ടുമുമ്പാണ് പുതിയ ഡയാലിസിസ് സെന്ററിന്റെ ഉദ്ഘാടനം നടന്നത്. പുതിയ കെട്ടിടം പൂർണ്ണമായി സജ്ജമാക്കാതെ ഉദ്ഘാടനം നടത്തുകയും RO പ്ലാന്റ് പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും പോലും ഉറപ്പാക്കാതിരിക്കുകയും ചെയ്തത് ഗുരുതരമായ വീഴ്ചയാണ് കാണിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. പ്രധാനപ്പെട്ട വർക്കുകളൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞ 4 മാസം മുമ്പ് ഇതിന്റെ ഉദ്ഘാടനവും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്നും ഡയാലിസിസ് നടക്കുന്നത് പഴയ ആ ജീർണിച്ച ബിൽഡിങ്ങിൽ തന്നെയാണ്. യാതൊരു സൗകര്യമില്ലാതെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടാണ് ഈ പ്രദേശത്തെ ഡയാലിസിസ് രോഗികൾ അവിടെ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരവസ്ഥയിൽ ആ പുതിയ ബിൽഡിങ്ങിൽ എത്രയോ ലക്ഷങ്ങൾ ചെലവഴിച്ചുണ്ടാക്കിയ ആ ബിൽഡിങ്ങിലേക്ക് മാറാൻ ഇതുവരെ ഇവർക്ക് സാധിച്ചിട്ടില്ല എന്നത് ഏറ്റവും ഖേദകരമായ ഒരു വസ്തുതയാണ്. മതിയായ സൗകര്യങ്ങളില്ലാതെ പഴയ കെട്ടിടത്തിൽ രോഗികൾ അസൗകര്യത്താൽ വീർപ്പുമുട്ടുകയാണ്. രോഗികളെ ബുദ്ധിമുട്ടിക്കാതെ ഉടൻ തന്നെ പണി പൂർത്തീകരിച്ച് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ട്രാക്ക്, കുറ്റ്യാടി. വെള്ളായിക്കോട്ട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ തിറ താലപ്പൊലി മഹോത്സവം വിവിധ ചടങ്ങുകളോടെ സമാപിച്ചു. വിശേഷാൽ പൂജകളും തിറയും ആചാരപ്പെരുമയോടെ നടന്നു. വെള്ളായിക്കോട്ട് ശ്രീ ഭഗവതി കാവിലെ ഉത്സവത്തിന്റെ ഭാഗമായി മഹാഗണപതി ഹോമവും തുടർന്ന് ശുദ്ധികലശവും നടന്നു. മഹാഗണപതി ഹോമത്തിന് തന്ത്രി അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാടും മറ്റ് പൂജാതി കർമ്മങ്ങൾക്ക് മേൽശാന്തി നകുലൻ മൂസതും കാർമ്മികത്വം വഹിച്ചു. മനയത്ത് കോവിലകം കരുവൻ കാവിൽ നിന്നും കലശം എഴുന്നള്ളിച്ചു. ദേവി പ്രസാദം ഭക്തർക്കായി വിതരണം ചെയ്തു. വൈകുന്നേരം വെള്ളാട്ടുകളും രാത്രി താലപ്പൊലിക്ക് ശേഷം തിറയാട്ടങ്ങളും നടന്നു. തിറകളും വെള്ളാട്ടുകളും മറ്റു പൂജകളും ഭക്തർ വഴിപാടായും സമർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. We will treat you well. Astor Men's Hospital, Calicut.
Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. പാരമ്പരിക് സിൽക്ക് കോട്ടൺ ആൻഡ് ജ്വല്ലറി മേള. പരമ്പരാഗത ഉത്തരേന്ത്യൻ വസ്ത്രങ്ങളുടെയും ആഭരണങ്ങളുടെയും മനോഹര ശേഖരം ഇപ്പോൾ കോഴിക്കോട് CSI ഹാളിൽ. രാജസ്ഥാൻ ഹാൻഡ്മെയ്ഡ് വസ്ത്രങ്ങൾ, ജയ്പൂർ ബെഡ്ഷീറ്റുകൾ, മിർജാപൂർ കോട്ടൺ ആൻഡ് വുളൻ ഉൽപ്പന്നങ്ങൾ, ഇറാൻ കാർപ്പറ്റുകൾ, ബഗൽപൂർ ആൻഡ് ചന്തേരി സാരികൾ, UP ഖാദി ഉൽപ്പന്നങ്ങൾ, ജയ്പൂർ ഷർട്ടുകൾ, ചുരിദാർ മെറ്റീരിയലുകൾ. രാജസ്ഥാൻ ആഭരണങ്ങൾ 50 രൂപ മുതൽ ആരംഭിക്കുന്നു. ഇഷ്ടം പോലെ തിരഞ്ഞെടുക്കാൻ വൈവിധ്യമാർന്ന നിറങ്ങളും ഡിസൈനുകളും. രാവിലെ 10 മുതൽ രാത്രി 9 വരെ. പ്രവേശനം സൗജന്യം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി പ്രത്യേക സമ്മാനങ്ങൾ കണ്ടെത്താനുള്ള മികച്ച അവസരം. We will treat you well. Astor Men's Hospital, Calicut. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. തെക്കുവീട് ലൈൻ റെസിഡൻസ് അസോസിയേഷൻ കുടുംബസംഗമം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. മേയർ O. സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. തെക്കുവീട് ലൈൻ റെസിഡൻസ് അസോസിയേഷൻ കുടുംബസംഗമത്തിൽ തെരുവു നായ്ക്കളുടെ ഉപദ്രവത്തിനെതിരെ മേയർക്ക് നിവേദനം നൽകി. സംഗമം മേയർ O. സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് TP കൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. സമ്മാനദാനം, ആദരിക്കൽ എന്നിവയും നടന്നു. വാർഡ് കൗൺസിലർ ശ്രീജ C. നായർ, റെസിഡൻസ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റി പ്രസിഡന്റ് N. ഭാഗ്യനാഥ്, മുൻ കൗൺസിലർ അൽഫോൺസ മാത്യു, ട്രഷറർ അശ്വിൻ NB തുടങ്ങിയവരും സംസാരിച്ചു. ആദിവാസി നൃത്തം, പഞ്ചാബി നൃത്തം തുടങ്ങിയ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മർക്കസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് യുനെസ്കോ അസോസിയേഷൻ നെറ്റ്വർക്ക് അംഗത്വം ലഭിച്ചു. ഈ നേട്ടത്തിലൂടെ കുട്ടികൾക്ക് ആഗോള നിലവാരത്തിലുള്ള അറിവുകൾ നേടാൻ കഴിയുമെന്ന് CAO VM റഷീദ് സഖാഫി പറഞ്ഞു. After that, I guess 6th month it has been forwarded to UNESCO, Paris, France national headquarters, and 7th month of I guess last time we have got a mail and certificate from the UNESCO as we are the approved school by UNESCO. Our aim is objectives are matching to UNESCO, and end of the academic year, I mean we got last month, so this end of the academic year we have to submit report to UNESCO how our school has promoted UNESCO objectives throughout the year. So based on that report we'll be forwarding for next year. So every end of the academic year we have to forward report to UNESCO. What we have done is the criteria of submitting report. It's around 12-page report. Different criteria, different dimensions we have to submit and to share to the UNESCO end of the academic year. ആഗോള പൗരത്വം, സമാധാനം, സാംസ്കാരിക വൈവിധ്യം, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എന്നിവ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് യുനെസ്കോ അസോസിയേറ്റഡ് സ്കൂളുകളുടെ പ്രധാന ലക്ഷ്യം. ഈ അംഗീകാരം വഴി വിദ്യാർത്ഥികൾക്ക് രാജ്യാന്തര സഹകരണ പദ്ധതികളിലും ആഗോള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലും പുതിയ അനുഭവങ്ങൾ നേടാനുള്ള അവസരം ലഭിക്കുമെന്ന് MGS അസോസിയേറ്റഡ് ഡയറക്ടർ മുഹമ്മദ് ദിൽഷാദ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഓർച്ചാഡ് ഇന്ത്യ ചിൽഡ്രൻസ് തിയേറ്റർ ഏർപ്പെടുത്തിയ 22ാമത് ഓർച്ചാഡ് ഇന്ത്യ അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച സ്കൂളുകൾക്കുള്ള പ്രൊഫസർ എരുമേലി പരമേശ്വരൻ പിള്ള പുരസ്കാരത്തിന് 19 സ്കൂളുകൾ അർഹരായതായി സാരഥികൾ പറഞ്ഞു. കേരളത്തിൽ കുട്ടികളുടെ സാംസ്കാരിക രംഗത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് 38 വർഷമായി.
സംസ്ഥാന തലത്തിൽ നടത്തിയ മത്സരത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കും മികച്ച സ്കൂളുകൾക്കുമാണ് ഓർച്ചിഡ് ഇന്ത്യ അവാർഡുകൾ നൽകുന്നത്. കോഴിക്കോട് KP കേശവമേനോൻ ഹാളിൽ വെച്ച് മാർച്ച് 7-ന് സാഹിത്യകാരൻ CV ബാലകൃഷ്ണൻ അവാർഡുകൾ വിതരണം ചെയ്യും. ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക സാഹിത്യരംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള വിദ്യാലയങ്ങളിലെ പ്രതിഭകൾക്കാണ് കോഴിക്കോട്ട് വെച്ച് അവാർഡുകൾ നൽകുന്നത്. 1, 2, 3, 4 റാങ്കുകാർക്ക് 2000 രൂപ, 1500 രൂപ, 1000 രൂപ, 750 രൂപ എന്നീ ക്യാഷ് അവാർഡുകളും മെഡലും സർട്ടിഫിക്കറ്റും പുസ്തകവും നൽകും. വിദ്യാർത്ഥികൾക്ക് എങ്ങനെ ബാഹ്യമായ അറിവുകൾ എത്തിക്കാം എന്ന ചുമതല നിങ്ങളുടെ അധ്യാപകരെല്ലാം ഏറ്റെടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ പുരുഷൻ കടലുണ്ടി, അക്കാഡമിക് കോർഡിനേറ്റർ ഡോക്ടർ NK നമ്പ്യാർ, സെക്രട്ടറി മണിരാജ് കുറിയേരി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിലെ ജയിലുകൾ തടവുകാരുടെ ചിന്തകളിലും ജീവിത രീതികളിലും മാറ്റങ്ങൾ കൊണ്ടുവന്ന കേന്ദ്രങ്ങളെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് SSLC +1 പരീക്ഷകൾ ആരംഭിച്ചു. REC സ്കൂളിന് സമീപം സ്റ്റുഡിയോ എറിഞ്ഞു തകർത്ത സംഭവത്തിൽ ഒരാൾ പോലീസ് പിടിയിൽ. ഓർച്ചാഡ് ഇന്ത്യ ചിൽഡ്രൻസ് തിയേറ്റർ ഏർപ്പെടുത്തിയ 22ാമത് അവാർഡുകൾ പ്രഖ്യാപിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.